ഒരു ഇടവേളയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാർ ജനകീയ ഹോട്ടൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് നിർവഹിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. LDF സർക്കാരിന്റെ കാലത്ത് വിശപ്പുരഹിത ഭക്ഷണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനകീയ ഹോട്ടൽ. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ടൗണിലെ വ്യാപാരികൾക്കും ഏറെ ആശ്വാസം നൽകിയിരുന്ന പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മൂലം പദ്ധതിക്ക് വേണ്ടത്ര ഫണ്ട് അനുവദിക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായത്. 30 രൂപയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ് കഴിക്കാൻ സാധിക്കും എന്നതാണ് ജനകീയ ഹോട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പശുമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശക്തി വനിതാ സ്വയം സഹായ സംഘത്തിലാണ് ഹോട്ടലിന്റെ നടത്തിപ്പ് ചുമതല നൽകിയിരിക്കുന്നതും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയൂണിന് 30 രൂപ നിരക്കിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കും ടൗണിൽ വരുന്ന നിസ്സഹായരായ ആളുകൾക്ക് വലിയ സഹായകരമായി മാറുന്നുള്ളത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് പഞ്ചായത്തിലെ ജീവനക്കാരൻ പ്രിയമുള്ള ശക്തി സ്വയം സഹായ സംഘത്തിൻ്റെ ഭാഗമായി ഇന്ന് ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന ME യൂണിറ്റിൻ്റെ പ്രവർത്തകർ ആദ്യമേ തന്നെ മുടങ്ങിക്കിടന്ന ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കുടുംബശ്രീ CDS മുൻകൈ എടുത്തതിൽ അവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിലവിൽ 30 രൂപ നിരക്കിൽ തന്നെ ഊണ് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സംഘം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.